സെറ്റിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്ത് നിർത്തിയ ലാസ്റ്റ് ചോദ്യം ഇതായിരുന്നു. എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6 ഇൻസെർട്ട് ദ അപ്രോപ്രിയേറ്റ് സിമ്പിൾ ബിലോങ്സ് ടു ഓർ ഡസ് നോട്ട് ബിലോങ് ടു, അല്ലേ? അപ്പോൾ അതിന്റെ തുടർച്ചയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു. എക്സർസൈസിലെ നമ്മുടെ ഫസ്റ്റ് എക്സർസൈസിലെ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം. ഈ തന്നിരിക്കുന്ന സെറ്റുകൾ ഏത് ഫോമിൽ എഴുതണം? റോസ്റ്റർ ഫോമിൽ എഴുതണം, അല്ലേ? അപ്പോൾ റോസ്റ്റർ ഫോം എന്താണെന്ന് നമുക്കറിയാം. ആ സെറ്റിലെ എലമെന്റ്സിനെ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്ന രീതിയാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെറ്റിലെ എലമെന്റുകൾ നമുക്ക് ആ രീതിയിൽ എഴുതുക എന്നുള്ളതാണ് ചോദ്യം, അല്ലേ? ഒന്നാമത്തെ എ എന്ന് പറയുന്ന സെറ്റ് ഏതാ പറയുന്നത്? എ ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇന്റിജർ. എക്സ് ഒരു ഇന്റിജർ ആണ്, അല്ലെ? ഇന്റിജർ എന്ന് പറയുമ്പോൾ പൂർണ്ണസംഖ്യയാണ്. -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 7. എക്സ് ഒരു ഇന്റിജർ ആയിരിക്കണം, എന്നാൽ അത് -3ക്കും -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 7 എന്നാ പറഞ്ഞത്, അല്ലേ? -3ക്കും 7നും ഇടയ്ക്കുള്ള ഇന്റിജർ ആയിരിക്കണം. അപ്പോൾ -3ക്കും 7നും ഇടയ്ക്കുള്ള ഇന്റിജർ എന്ന് പറയുമ്പോൾ ഇവിടെ ഈക്വൽ ടു ഉള്ളത് കൊണ്ട് -3 ഉൾപ്പെടും. ഇവിടെ 7 ആണ്, ഇവിടെ ഈക്വൽ ടു ഇല്ലാത്തത് കൊണ്ട് 7 ഉൾപ്പെടത്തില്ല, അല്ലെ? അപ്പോൾ അതിന്റെ സൊല്യൂഷൻ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്? എ ഈക്വൽ ടു സെറ്റ് -3 -2 -1, അല്ലെ? 1 2 3 4 5 6, അല്ലെ? 7 ഉൾപ്പെടുന്നില്ലല്ലോ. അപ്പോൾ ഇതായിരിക്കും അതിന്റെ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. സെറ്റ് -3 -2 -1 എക്സെട്ര 6 എന്ന് എഴുതിയാലും മതി. -3 -2 -1 0 0 ഉണ്ട്, -1 0 1 2 3 എക്സെട്ര, അല്ലേ? എവിടം വരെ? 6 വരെ. അതാണ് ഒന്നാമത്തെ റോസ്റ്റർ. ഈ രണ്ടാമത്തെ എന്താ പറയുന്നത്? ബി ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. ബി എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം. ആ നാച്ചുറൽ നമ്പർ എത്രയിൽ താഴെയുള്ളതായിരിക്കണം? 6ൽ താഴെയുള്ള നാച്ചുറൽ നമ്പർ ആയിരിക്കണം, അല്ലെ? അപ്പോൾ 6ൽ താഴെയുള്ള നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? ഒന്നൊരു നാച്ചുറൽ നമ്പർ അല്ലേ? ഫസ്റ്റ് നാച്ചുറൽ നമ്പർ 1 ആണല്ലോ. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, അല്ലെ? 6ൽ താഴെയുള്ള നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ 1 2 3 4 5 അല്ലേ വരുന്നത്. അപ്പോൾ ബിയുടെ ആൻസർ അതാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സി ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ 2-digit നാച്ചുറൽ നമ്പർ സച്ച് ദാറ്റ് ദ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ് ഈസ് 8. എക്സ് എന്ന് പറയുന്നത് ഒരു 2-digit നാച്ചുറൽ നമ്പർ ആണ്. 2 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 2 ഡിജിറ്റുകൾ ഉള്ളത്, അല്ലെ? 2 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ തുടങ്ങുന്ന എത്രല്ല? 10ലല്ലേ, അല്ലെ? 10 1 0 2 ഡിജിറ്റ് ഉണ്ട്, 11 1 1 2 ഡിജിറ്റ് ഉണ്ട്, 12 1 2 2 ഡിജിറ്റ് ഉണ്ട്. അപ്പൊ അതുപോലെ എക്സ് ഒരു 2-digit നാച്ചുറൽ നമ്പർ ആയിരിക്കണം. പിന്നെന്താ അതിന്റെ പ്രത്യേകത? സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ് ഈസ് 8. ആ ഡിജിറ്റുകൾ തമ്മിൽ കൂട്ടി എത്ര കിട്ടുകയും വേണം? 8 കിട്ടുകയും വേണം, അല്ലെ? അപ്പോ 2-digit നമ്പറിനകത്ത് തമ്മിൽ കൂട്ടുമ്പോൾ 8 കിട്ടുന്ന 2-digit നമ്പറുകൾ ഏതൊക്കെയുണ്ട്? ഫസ്റ്റ് നമ്പർ നമ്മൾ 1ൽ തുടങ്ങുന്നത് ആലോചിക്കുവാണെങ്കിൽ 17 അല്ലേ, അല്ലെ? 17ന്റെ ഡിജിറ്റുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 1 + 7 ആകുമ്പോൾ 8 കിട്ടുന്നുണ്ട്. അടുത്ത 2ൽ തുടങ്ങുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ ഏതാണ്? 26 അല്ലേ? 2 + 6 ആകുമ്പോൾ 8 കിട്ടുന്നുണ്ട്, അല്ലെ? അടുത്ത 3 തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ ഏതാണ്? 35 ആണ്, അല്ലെ? 3 തുടങ്ങുന്നതാകുമ്പോൾ 35 ആണ്. 35 3 + 5 എത്ര കിട്ടുന്നുണ്ട്? 8 കിട്ടുന്നുണ്ട്. അടുത്തത് 4ൽ തുടങ്ങുന്നതാകുമ്പോഴോ 44 വരുന്നുണ്ട്, അല്ലെ? അടുത്തത് 5ൽ തുടങ്ങിയാൽ ഏതാണ്? സം 8 കിട്ടുന്നത് 53 അല്ലേ? 6ൽ തുടങ്ങിയ 8 കിട്ടുന്ന ഏതാണ്? 62 അല്ലേ? 7ൽ തുടങ്ങിയ 8 കിട്ടുന്ന എത്രയാണ്? 71 അല്ലേ? 8ൽ തുടങ്ങിയ 8 കിട്ടുന്ന എത്രയാണ്? 80 അല്ലേ, അല്ലെ? ഇനി ഏതെങ്കിലും നമ്പറുകൾ വരുന്നുണ്ടോ? ഇല്ല. അപ്പോ ഈ സിയുടെ ആൻസർ എന്താണ്? സെറ്റ് 17 26 35 44 53 62 71 80. ശരിയല്ലേ? നാലാമത്തെ ചോദ്യം നോക്കാം. ഡി നോക്കാം. എക്സ് ഈസ് എ പ്രൈം നമ്പർ വിച്ച് ഈസ് ഡിവൈസർ ഓഫ് 60. എക്സ് എന്തായിരിക്കണം? ഒരു പ്രൈം നമ്പർ ആയിരിക്കണം. പക്ഷേ അത് ഏതിന്റെ ഡിവൈസർ ആയിരിക്കണം? 60ന്റെ ഡിവൈസർ ആയിരിക്കണം. അപ്പോൾ 60ന്റെ ഡിവൈസർ എന്ന് പറഞ്ഞാൽ 60നെ ഏതിന്റെയൊക്കെ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാവുന്ന 1 × 60 എന്ന് വേണേ എഴുതാം, അല്ലെ? അടുത്ത എങ്ങനെ എഴുതാം? 2 × 30 എന്ന് എഴുതാം. അടുത്തതോ 3 × 20 എന്ന് എഴുതാം, അല്ലെ?
അടുത്തതാണെങ്കിലോ 4 into 15 എന്ന് എഴുതാം. അടുത്തത് 5 into ആണെങ്കിലോ 4 into കഴിഞ്ഞു. അടുത്തത് 5 into ആണെങ്കിൽ 5 into 12 എന്ന് എഴുതാം അല്ലെ. അടുത്തത് 6 into ആണെങ്കിൽ 6 into 10 എന്ന് എഴുതാം. ശരിയാണോ? ഇനി വരുന്നതാണെങ്കിലോ, ഇനി വരുന്നതെല്ലാം നമ്മൾ ഈ പറഞ്ഞത് തന്നെ ആയിരിക്കും, തിരിച്ചായിരിക്കും വരുന്നത്. അപ്പോൾ 60ന്റെ ഫാക്ടറുകൾ എഴുതിയപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഫാക്ടറുകളായിട്ട് കിട്ടുന്നത്. നമുക്ക് ഇവിടെ പറയുന്നത് പ്രൈം നമ്പർ വിച്ച് ഈസ് ഡിവൈസർ ഓഫ് 60 ആണ്. അപ്പോൾ 60യുടെ ഡിവൈസർ ആയിട്ടുള്ള പ്രൈം നമ്പറുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരെണ്ണം ഇതെടുക്കാം, 2 എടുക്കാം അല്ലെ. അടുത്ത ഒരെണ്ണം ഏതെടുക്കാം, 3 എടുക്കാം. അടുത്ത ഒരെണ്ണം ഏതും എടുക്കാം, 4 പ്രൈം നമ്പർ അല്ല. അടുത്ത പ്രൈം നമ്പർ ഏതാണ്, 5 ആണ് അല്ലെ. അപ്പോൾ എത്ര എന്ന് കിട്ടും? അതിന്റെ ആൻസർ സെറ്റ് 2 3 5 ആണ്. ശരിയല്ലേ? പ്രൈം നമ്പർ എന്താണെന്ന് അറിയാമല്ലോ. എന്താണ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ? ഒന്നും ആ നമ്പരും മാത്രം ഫാക്ടറുകളായിട്ട് വരുന്ന നമ്പറുകളെയാണ് പ്രൈം നമ്പറുകൾ എന്ന് പറയുന്നത്. ഒന്നും ആ നമ്പരും മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പറുകളാണ് പ്രൈം നമ്പറുകൾ എന്ന് പറയുന്നത് അല്ലെ. ഉദാഹരണം 2. 2ന്റെ ഫാക്ടറുകൾ നമ്മൾ എഴുതിയാൽ 1 ഗുണം 2 എന്നേ എഴുതാൻ പറ്റൂ, വേറെ ഫാക്ടറുകൾ 2-നില്ല. 3ന്റെ ഫാക്ടറുകൾ എഴുതിയാൽ 1 ഗുണം 3 എന്നേ എഴുതാൻ പറ്റൂ, വേറെ ഫാക്ടർ 3-നില്ല. 5ന്റെ ഫാക്ടർ എഴുതിയാൽ 1 ഗുണം 5 എന്നേ എഴുതാൻ പറ്റൂ, വേറെ ഫാക്ടറുകൾ 5-നില്ല. അപ്പോൾ 2ഉം 3ഉം 5ഉം പ്രൈം നമ്പറുകളാണ്. അതേസമയം 4 1 ഗുണം 4 എന്ന് എഴുതാം, 2 ഗുണം 2 എന്ന് എഴുതാം. 1ഉം 4ഉം അല്ലാതെ വേറെ ഫാക്ടറുകൾ 4-നുണ്ട്. അതുകൊണ്ട് 4 പ്രൈം നമ്പർ അല്ല, കോമ്പോസിറ്റ് നമ്പറാണ് അല്ലെ. അപ്പോൾ ഇവിടുത്തെ പ്രൈം നമ്പറുകൾ 60ന്റെ ഡിവൈസേഴ്സ് ആയിട്ടുള്ള പ്രൈം നമ്പറുകൾ ഏതൊക്കെയാണ്? 2ഉം 3ഉം 5ഉം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. The set of all letters in the word trigonometry. ട്രിഗണോമെട്രി എന്ന് പറയുന്ന വാക്കിലെ ലെറ്റേഴ്സിന്റെ സെറ്റ് എന്നാ പറയുന്നത് അല്ലെ. അപ്പോൾ ട്രിഗണോമെട്രി എന്ന് പറയുന്ന വാക്കിലെ അക്ഷരങ്ങളെ എന്ത് ചെയ്താൽ മതി? സെറ്റാക്കി എഴുതിയാൽ പോരെ. അപ്പോൾ ട്രിഗണോമെട്രിയിലെ അക്ഷരങ്ങളെ സെറ്റാക്കി എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സെറ്റിന്റെ ബ്രാക്കറ്റ് വരയ്ക്കുന്നു, റോസ്റ്റർ ഫോം ആണ്, ബ്രാക്കറ്റ് വരയ്ക്കുന്നു അല്ലെ. അതിലെ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ട്രിഗണോമെട്രിക്കകത്ത് ടി ഉണ്ട്, ആർ ഉണ്ട്, ഐ ഉണ്ട് അല്ലെ, പിന്നോ ജി ഉണ്ട്, പിന്നോ ഐ ഉണ്ട്, പിന്നെ ഏതുണ്ട്, ജി ഉണ്ട് അല്ലെ, പിന്നെ ഓ ഉണ്ട്, പിന്നെ എം ഉണ്ട്, വീണ്ടും ഓ വരുന്നുണ്ട്. നമ്മൾ സെറ്റിൽ ഒരു തവണയല്ലേ എലമെന്റ് എഴുതൂ, അപ്പോൾ വീണ്ടും നമ്മൾ ഓ എഴുതത്തില്ല. പിന്നെ ഏതാണ്, എം, ഇ അല്ലെ, ടി ഓൾറെഡി എഴുതിയിട്ടുണ്ട്, വീണ്ടും എഴുതത്തില്ല. ആർ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, വൈ ആണ് ഇനി എഴുതാനുള്ളത്. അപ്പോൾ ഇതാണ് അതിന്റെ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് അല്ലെ. ട്രിഗണോമെട്രി TRIGONOMETRY ട്രിഗണോമെട്രിയിലെ എലമെന്റ്സിന് നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതിയപ്പോൾ ഇങ്ങനെയാണ് അതിന്റെ സെറ്റ് കിട്ടുന്നത് അല്ലെ. TRIGON ഓ നേരത്തെ എഴുതിയത് കൊണ്ടാണ് എഴുതാഞ്ഞത്. പിന്നെ N കഴിഞ്ഞിട്ട് ഓ കഴിഞ്ഞിട്ട് എം, പിന്നെ ഇ എഴുതി, പിന്നെ ടി എഴുതിയിട്ടുണ്ട്, ആർ എഴുതിയിട്ടുണ്ട് ഓൾറെഡി അല്ലെ. പിന്നെ ഏതാ ഉള്ളത്, വൈ ആണുള്ളത്. ശരിയല്ലേ? അപ്പൊ ഇതാണ് അതിന്റെ റോസ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ദ സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ബെറ്റർ. ബെറ്റർ എന്ന് പറയുന്ന വാക്കിലെ അക്ഷരങ്ങളുടെ സെറ്റ് എന്ന് പറയുമ്പോൾ, ബെറ്റർ എന്ന് പറയുന്ന വാക്കിലെ അക്ഷരങ്ങളുടെ സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലെ സെറ്റ് ആക്കി എഴുതാം. അപ്പോ സെറ്റ് വരയ്ക്കുന്നു അല്ലെ. എലമെന്റ്സ് ഏതൊക്കെയാണ്? ബി അതിലെ ഒരു എലമെന്റ് ആണ്, ഇ അതിലെ ഒരു എലമെന്റ് ആണ്, ടി വീണ്ടും ഒരു ടി ഉണ്ട്, ഒരു പ്രാവശ്യം എഴുതൂ. ഇ അതിലെ എലമെന്റ് ആണ്, ഇ ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്. ആർ അതിലെ എലമെന്റ് ആണ് അല്ലെ. അപ്പോൾ ബെറ്റർ എന്ന് പറയുമ്പോൾ അതിലെ സെറ്റിലെ എലമെന്റ്സിനെ നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ BETR എന്നല്ലേ ആ സെറ്റ് കിട്ടുന്നത് അല്ലെ. ആ ചോദ്യത്തിന്റെ ആൻസർ ആയി. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലെ 4 ക്വസ്റ്റ്യനുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതിലോട്ട് പോകാം. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം. ഇനി നമ്മൾ എങ്ങനെ എഴുതാനാ? സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാണ്. ഇവിടെ നമുക്ക് റോസ്റ്റർ ഫോം തന്നിട്ടുണ്ട്, അതിനെ ഏത് രീതിയിൽ എഴുതണം? നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എങ്ങനെയായിരുന്നു? സെറ്റ് ബിൽഡർ ഫോം തന്നിട്ട് റോസ്റ്റർ ഫോം എഴുതാനായിരുന്നു അല്ലെ. അതിൽ ഒന്നാമത്തെ ഏതാണ്? സെറ്റ് 3 6 9 12 അല്ലേ. സെറ്റ് 3 6 9 12 അല്ലെ. അപ്പൊ എന്താ അതിന്റെ പ്രത്യേകത? 3യുടെ മൾട്ടിപ്പിൾസ് ആണെന്നുള്ളതാണ് പ്രത്യേകത. 3യുടെ മൾട്ടിപ്പിൾസ് എവിടം വരെ ഉള്ളതുണ്ട്?
12 വരെ ഉള്ളതുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാം? നമുക്ക് സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 അപ് ടു 12 എന്ന് വേണമെങ്കിൽ എഴുതാം. 12 വരെയുള്ള 3യുടെ മൾട്ടിപ്പിൾ എന്ന് എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? എക്സ് ഈക്വൽ ടു 3n എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ ആണ്. കോമ എന്നിന്റെ വാല്യൂസ് ഏതൊക്കെയാ വരാവുന്നത്? n ഈക്വൽ ടു 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം അല്ലെ. എന്നിന്റെ വില 1 ആകുമ്പോൾ 3 × 1 3 കിട്ടും. എന്നിന്റെ വില 2 ആകുമ്പോൾ 3 × 2 6 കിട്ടും. എന്നിന്റെ വില 3 ആകുമ്പോൾ 3 × 3 9 കിട്ടും. എന്നിന്റെ വില 4 ആകുമ്പോൾ 3 × 4 12 കിട്ടും അല്ലെ. അപ്പോൾ ഇങ്ങനെയും നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് ആൻസർ ശരിയായിരിക്കണം. ഈ രീതിയിലല്ലാതെ വേറെ പല രീതിയിലും നമുക്ക് എഴുതാമായിരിക്കും. പക്ഷേ ഈ എലമെന്റ്സ് മാത്രമേ 3, 6, 9, 12 മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചോണം. ഒന്നാമത്തെ ആൻസർ ആയി. അടുത്ത ഏതാ പറയുന്നത്? സെറ്റ് 2, 4, 8, 16, 32 അല്ലേ. സെറ്റ് 2, 4, 8, 16, 32. അപ്പോൾ എന്താണ് അതിന്റെ പ്രത്യേകത? നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകുന്നത് 2ന്റെ പവേഴ്സ് ആണെന്നുള്ളതാണ്. 2 raised to 1 2, 2 square 4, 2 cube 8, 2 raised to 4 16, 2 raised to 5 32 അങ്ങനെ പോകുന്നത്. അപ്പോൾ 2ന്റെ പവറുകൾ ആണെന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 2ന്റെ പവർ എന്ന് പറയുമ്പോൾ 2 raised to n അല്ലെ. 2 raised to n, n ഈക്വൽ ടു 1, 2, 3, 4, 5 അല്ലെ. എന്നിന്റെ 2ന്റെ 5 പവറുകളാണുള്ളത്. 2 raised to 5 ആകുമ്പോൾ 32 വരെയുള്ള പവറുകളാണ്. ക്ലിയർ ആണോ? 2 raised to n എന്ന് പറയുമ്പോൾ ആദ്യത്തത് 2 raised to 1 എന്ന് പറഞ്ഞാൽ 2, അടുത്തത് 2 സ്ക്വയർ എന്ന് വെച്ചാൽ 2 2 × 2 എന്ന അർത്ഥം അല്ലെ. അപ്പോൾ എത്ര കിട്ടും? 4 കിട്ടും. അടുത്തത് 2 ക്യൂബ് എന്ന് വെച്ചാൽ 2നെ 3 പ്രാവശ്യം ഗുണിക്കണമെന്നല്ലേ അർത്ഥം. 2 × 2 × 2 ആണ്. എത്ര എന്ന് കിട്ടി? 8 എന്ന് കിട്ടും അല്ലെ. അടുത്ത 2 raised to 4 ആകുമ്പോൾ 16, 2 raised to 5 ആകുമ്പോൾ 32. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. മൂന്നാമത്തെ ചോദ്യം എന്താ? സെറ്റ് 5, 25, 125, 625 എക്സെട്ര അല്ലെ. എന്താ അതിന്റെ പ്രത്യേകത? 5ന്റെ പവറുകൾ അല്ലേ. 5 raised to 1 അല്ലേ 5, 5 സ്ക്വയർ അല്ലേ 25, 5 ക്യൂബ് അല്ലേ 125, 5 raised to 4 അല്ലേ 625. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു എന്താണ്? 5 raised to n, n ഈക്വൽ ടു 1, 2, 3, 4 ആണ്. ശരിയല്ലേ? 5ന്റെ 4 പവറുകൾ. അടുത്ത നോക്കിയാലോ, നാലാമത്തെ നോക്കിയാലോ. ഇപ്പൊ മൂന്നാമത്താണ് നമ്മൾ ഈ പറഞ്ഞത്. ഇനി നാലാമത്തതാണെങ്കിൽ ഏതാണ്? സെറ്റ് 2, 4, 6 എക്സെട്ര അല്ലെ. സിമ്പിൾ ആണ്. എന്താണ് അതെന്ന് പറയുന്നത്? ഈവൻ നമ്പറുകൾ അല്ലേ. അപ്പൊ നമുക്ക് വേണേ എങ്ങനെ പറയാം? സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയാം. സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് അതിന്റെ റോസ്റ്റർ ഫോം ആവത്തില്ലേ. അല്ലെങ്കിൽ എങ്ങനെ പറയാം? സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 2n അല്ലെ, n ഈക്വൽ ടു 1, 2, 3 എക്സെട്ര അല്ലെ. എക്സ് എന്ന് പറയുന്നത് 2n ആണ്. 2n എന്ന് പറയുമ്പോൾ എന്നിന്റെ വാല്യൂസ് 1, 2, 3 എക്സെട്ര എന്നുള്ള നാച്ചുറൽ നമ്പർ ആണ് വരുന്നത്. അപ്പോൾ 2 × 1 2, 2 സ്ക്വയർ 4, 2 ക്യൂബ് 2 × 1 2, 2 സ്ക്വയർ 4, 2 × 3 6, 2 × 4 8 അങ്ങനെ പോകും അല്ലെ. 2, 4, 6 എക്സെട്ര എന്നാണ് കൊടുത്തേക്കുന്നത്. അടുത്തതോ അഞ്ചാമത്തെ നമ്മൾ എങ്ങനെ എഴുതുന്നത്? അഞ്ചാമത്തെ എഴുതുവാണെങ്കിൽ സെറ്റ് 1, 4, 9 എക്സെട്ര 100 എന്നല്ലേ അല്ലെ. 1, 4, 9 എക്സെട്ര എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയറുകളല്ലേ. 1ന്റെ സ്ക്വയർ ആണ് 1, 4 എന്ന് പറയുന്നത് എത്രന്റെ സ്ക്വയറാ? 2ന്റെ സ്ക്വയർ ആണ്. 9 എത്രന്റെ സ്ക്വയറാ? 3യുടെ സ്ക്വയർ ആണ് അല്ലെ. എക്സെട്ര 100 എന്ന് പറയുന്നത് എത്രന്റെ സ്ക്വയറാ? 10ന്റെ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു n സ്ക്വയർ, എന്നിന്റെ സ്ക്വയർ ആണ്. എന്നിന്റെ വാല്യൂസ് ഏതൊക്കെയാ? n ഈക്വൽ ടു 1, 2, 3 എക്സെട്ര എവിടം വരെയുള്ള വാല്യൂസ് ഉണ്ട്? എന്നില് 10 വരെയുള്ള വാല്യൂസ് അല്ലെ. 10ന്റെ സ്ക്വയർ ആകുമ്പോഴാണ് 100 കിട്ടുന്നത്. അപ്പോൾ എന്നിന് നമുക്ക് കൊടുക്കാവുന്ന വാല്യൂസ് 1, 2, 3 എക്സെട്ര 10 ആണ്. ശരിയല്ലേ? അപ്പൊ ഒന്നുകൂടി നമുക്ക് നോക്കാം.
ആദ്യത്തെ സെറ്റ് 3 6 9 12 ആയിരുന്നു അല്ലെ. അവിടുത്തെ കോമൺ ആയിട്ടുള്ള പ്രത്യേകത 3യുടെ മൾട്ടിപ്പിൾ ആണെന്നാണ്. 3യുടെ മൾട്ടിപ്പിൾ നമുക്ക് 3n എന്ന് പറയാം. എന്നിന് കൊടുക്കാവുന്ന വാല്യൂസ് 1 2 3 4. രണ്ടാമത്തത് 2 4 8 16 32 ആണ് അല്ലെ. അഞ്ച് നമ്പറുകളാണുള്ളത്. അതെല്ലാം 2ന്റെ പവറുകളാണ്. 2 raised to 1, 2 square, 2 cube, 2 raised to 4, 2 raised to 5 എക്സെട്ര അല്ലെ. അങ്ങനെ എഴുതി. അടുത്ത ഏതായിരുന്നു? 5ന്റെ പവറുകളായിരുന്നു. അപ്പൊ 5 raised to n എന്നാണ് നമ്മൾ എഴുതിയത്. 5ന്റെ എത്ര പവറുകളുണ്ട്? 4 പവറുകളാണുള്ളത് അല്ലെ. 5 raised to 1, 5 square, 5 cube, 5 raised to 4. അടുത്തതായപ്പോ x equal to 2n ആണ്. n equal to 1 2 3 എക്സെട്ര അല്ലെ. 2n എന്ന് പറയുമ്പോൾ ഈവൻ നമ്പറുകളാണ്. എത്ര വരെ ഉള്ളത്? ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എക്സെട്ര ഇട്ടത്. അടുത്തതോ 1 4 9 എക്സെട്ര എവിടെ വരെ? 100 വരെ അല്ലെ. 100 വരെ എത്ര ഉള്ള നമ്പറുകളുടെ സ്ക്വയറുകളാണ്. ശരിയല്ലേ? അപ്പൊ 1ന്റെ സ്ക്വയർ ആണ് 1, 2ന്റെ സ്ക്വയർ ആണ് 4, 3യുടെ സ്ക്വയർ ആണ് 9 എക്സെട്ര. 10ന്റെ സ്ക്വയർ ആണ് 100. ശരിയാണോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ലിസ്റ്റ് ഓൾ ദ എലമെന്റ്സ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ്. ഈ പറയുന്ന സെറ്റുകളിലെ എലമെന്റുകളെല്ലാം നമ്മൾ എഴുതി വെക്കണം അല്ലെ. അതിൽ ഒന്നാമത് പറയുന്നത് ഏതാ? എ ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ. എക്സ് എന്ന് പറയുന്നത് ഇത് എന്തൊരു ഫോമാ? സെറ്റ് ബിൽഡർ ഫോം അല്ലേ. അപ്പൊ നമ്മൾ അതിലെ എന്ത് എഴുതണം? എലമെന്റ്സ് തന്നെ എഴുതണം. അപ്പൊ ആദ്യത്തത് പറയുന്നത് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ എന്നാണ്. എക്സ് ഒരു ഓഡ് നാച്ചുറൽ നമ്പർ ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ പറ്റും? എ ഈക്വൽ ടു സെറ്റ് ആദ്യത്തെ ഓഡ് നാച്ചുറൽ നമ്പർ ഏതാ? 1 അല്ലേ. അടുത്തേതാ? 3 അല്ലേ. അടുത്തേതാ? 5 അല്ലേ. എക്സെട്ര. ശരിയല്ലേ? അപ്പൊ ഇതായിരിക്കും അതിന്റെ ആൻസർ. എ ഈക്വൽ ടു സെറ്റ് 1 3 5 എക്സെട്ര. ശരിയല്ലേ? അടുത്തതോ ബി ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇന്റിജർ. എക്സ് ഒരു ഇന്റിജർ ആണ്. ഓക്കെ. പിന്നോ -1/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 9/2. ആ എക്സിന്റെ വില, ആ എക്സ് എന്ന് പറയുന്ന ഇന്റിജർ, ആ പൂർണ്ണസംഖ്യ ഏതിനും ഇടയ്ക്കുള്ളതായിരിക്കണം. -1/2വിനും 9/2വിനും ഇടയ്ക്കുള്ള ഇന്റിജർ ആയിരിക്കണം. -1/2 എന്ന് പറഞ്ഞാലേ -0.5 അല്ലേ. 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണല്ലോ. 9/2 എന്ന് പറഞ്ഞാലോ 4.5 അല്ലേ. അപ്പോ 0.5വിനും -0.5വിനും 4.5വിനും ഇടയ്ക്കുള്ള ഇന്റിജറുകൾ എന്നൊക്കെ പറയുമ്പോൾ ഏതൊക്കെ വരും? 0 വരത്തില്ലേ. -0.5 കഴിഞ്ഞിട്ടാണല്ലോ 0. 0 വരും, 1 വരും, 2 വരും, 3 വരും, 4 വരും അല്ലെ. അപ്പൊ എന്താണ് ആൻസർ? ബി ഈക്വൽ ടു സെറ്റ് 0 1 2 3 4 ആണ്. ശരിയാണോ? അപ്പോ ബി എന്തായിരുന്നു ചോദ്യം? സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇന്റിജർ -1/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 9/2 അല്ലെ. -1/2വിനും 9/2വിനും ഇടയ്ക്കുള്ള ഇന്റിജറുകൾ. ഏതൊക്കെ ഇന്റിജറുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്? -1/2 എന്ന് പറയുമ്പോൾ 0.5, -0.5, 9/2 എന്ന് പറയുമ്പോൾ 4.5, അതിനിടയ്ക്കുള്ള ഇന്റിജറുകൾ 0 1 2 3 4. ശരിയല്ലേ? അടുത്ത നോക്കിയാലോ, സി നോക്കിയാലോ. സി ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇന്റിജർ. എക്സ് എന്തായിരിക്കണം? ഇന്റിജർ ആയിരിക്കണം, ഒരു പൂർണ്ണസംഖ്യ ആയിരിക്കണം. പിന്നോ എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഏതിനും ഇടയ്ക്കായിരിക്കണം. എക്സ് സ്ക്വയർ 4 അതിൽ താഴെയോ ആയിരിക്കണം. അപ്പോ 4 അതിൽ താഴെയോ ഉള്ള നമ്പറുകൾ സ്ക്വയർ ആയിട്ട് വരുന്ന എല്ലാ ഇന്റിജറുകളെയും നമുക്ക് എഴുതാം അല്ലെ. അപ്പോ നമുക്ക് ഏതൊക്കെ വരും? നമുക്കിവിടെ എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നല്ലേ പറഞ്ഞേ അല്ലെ. ഈക്വൽ ടു 4 കിടപ്പുണ്ടല്ലോ. ഈക്വൽ ടു 4 ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു 4 ആണെങ്കിൽ ഏത് നമ്പറിന്റെ ഒക്കെ സ്ക്വയർ ആണ് 4? അല്ലെങ്കിൽ 4ന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ വരുന്നത്? +2 -2 അല്ലേ വരുന്നത്. അപ്പോൾ +2വിനും -2വിനും ഇടയ്ക്കുള്ള ഇന്റിജറുകളെല്ലാം ഇതിൽ ആൻസർ ആയിട്ട് വരും. അതായത് -2ന്റെ സ്ക്വയർ ആകുമ്പോൾ 4 ആണ്. ഇവിടെ ഈക്വൽ ടു ഉള്ളത് കൊണ്ട് നമുക്ക് -2 എടുക്കാം. -2 കഴിഞ്ഞുള്ള ഇന്റിജർ -1 0 1 2 അല്ലെ. അപ്പൊ ഇത്രയുമാണ് ഏതിന്? എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആയിട്ടുള്ള ഇന്റിജറുകൾ എന്ന് പറയുന്നത് അല്ലെ. ഈ നമ്പറുകളുടെ എല്ലാം സ്ക്വയറുകൾ എത്ര താഴെയുള്ളതാണ്? 4 അതിൽ താഴെ ഉള്ളതാണ്. -2ന്റെ സ്ക്വയർ ആകുമ്പോൾ 2 വരും,
-1ന്റെ സ്ക്വയർ ആകുമ്പോ 1 വരും, 0യുടെ സ്ക്വയർ ആകുമ്പോ 0, 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4. ശരിയല്ലേ? അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. എന്താ നാലാമത്തെ ചോദ്യം? D equal to set x such that x is a letter in the word loyal. ലോയൽ എന്ന് പറയുന്ന വേർഡിലെ ലെറ്റേഴ്സിനെ നമ്മൾ സെറ്റ് ആക്കി എഴുതണം എന്ന് പറയുമ്പോൾ എങ്ങനെ ആയിരിക്കും വരുന്നത്? ഇപ്പൊ ലോയൽ എന്ന് പറയുന്നതിലെ അക്ഷരങ്ങൾ നമ്മൾ സെറ്റ് ആക്കി എഴുതിയാൽ മതിയല്ലോ, അല്ലേ? അപ്പോ എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് അതിലെ എലിമെന്റ്സിനെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം. സെറ്റ് എൽ, അല്ലേ, ഓ വൈ എ. എൽ ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്, അപ്പൊ വീണ്ടും എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ എന്താ അതിന്റെ ആൻസർ? സെറ്റ് എല്ലോ വൈ എ. അങ്ങനല്ലേ അതിലെ എലിമെന്റ്സിനെ ലിസ്റ്റ് ചെയ്യുന്നത്, ശരിയല്ലേ? അടുത്ത നോക്കിയാലോ. ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മന്ത് ഓഫ് എ ഇയർ നോട്ട് ഹാവിംഗ് 31 ഡേയ്സ്. ഒരു വർഷത്തിലെ 31 ദിവസങ്ങളില്ലാത്ത മാസങ്ങളുടെ കളക്ഷൻ, അല്ലെ, അല്ലെങ്കിൽ മാസങ്ങളുടെ സെറ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? ഈലപ്പോ വരുന്നത് ഏതൊക്കെയായിരിക്കും? 31 ദിവസങ്ങളില്ലാത്ത മാസങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ജനുവരിയിൽ എത്ര ദിവസങ്ങളുണ്ട്? 31 ദിവസങ്ങളുണ്ട്, അല്ലെ? ഫെബ്രുവരിയിലായാലോ 31 ദിവസങ്ങളില്ല. അപ്പൊ നമുക്ക് ഫെബ്രുവരി എടുക്കാം. പിന്നെ മാർച്ച് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഏതെടുക്കാം? ഏപ്രിൽ എടുക്കാം, അല്ലെ? മെയ് എടുക്കാൻ പറ്റത്തില്ല. ജൂൺ എടുക്കാം, അല്ലെ? ജൂലൈ എടുക്കാൻ പറ്റത്തില്ല. ഓഗസ്റ്റ് എടുക്കാൻ പറ്റത്തില്ല. സെപ്റ്റംബർ എടുക്കാം. ഒക്ടോബർ എടുക്കാൻ പറ്റത്തില്ല. നവംബർ എടുക്കാം, അല്ലെ? അപ്പൊ ഇതാണ് ആ സെറ്റിലെ എലമെന്റ്സ് എന്ന് പറയുന്നത്. ആ സെറ്റിലെ എലമെന്റ്സ് നമുക്ക് ലിസ്റ്റ് ചെയ്ത് ഇങ്ങനെയല്ലേ എഴുതാൻ പറ്റുന്നത്. അപ്പൊ എന്തായിരുന്നു ചോദ്യം? എക്സ് ഈസ് എ മന്ത് ഓഫ് എ ഇയർ നോട്ട് ഹാവിംഗ് 31 ഡേയ്സ്. ഒരു വർഷത്തിലെ മാസങ്ങളില് 31 ദിവസങ്ങളില്ലാത്ത മാസങ്ങൾ, അല്ലെ? അപ്പോ ഏതൊക്കെയാ നമുക്ക് കിട്ടിയത്? ഏതൊക്കെയാണ് കിട്ടിയത്? ഫെബ്രുവരി, ഏപ്രിൽ, ജൂൺ, സെപ്റ്റംബർ, നവംബർ. ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. എക്സ് ഈസ് എ കൺസോണന്റ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് വിച്ച് പ്രിസീഡ്സ് കെ. എക്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ഒരു കൺസോണന്റ് ആയിരിക്കണം. പ്രിസീഡ്സ് കെ, കെക്ക് മുമ്പുള്ള കൺസോണന്റ് ആയിരിക്കണം, അല്ലെ? എന്താ കൺസോണന്റ് എന്ന് പറഞ്ഞാല് നമ്മൾ പറയുന്ന വ്യഞ്ജനാക്ഷരങ്ങളല്ലേ? എ ഇ ഐ ഒ യു ആണ് വൊവൽസ്. വൊവൽസ് അല്ലാത്ത അക്ഷരങ്ങളല്ലേ കൺസോണൻസ് എന്ന് പറയുന്നത്. അപ്പൊ കെക്ക് മുമ്പുള്ള കൺസോണൻസ് എന്ന് പറയുമ്പോ ഏതൊക്കെ വരും? എ വൊവലാണ്, എ എഴുതാൻ പറ്റുന്നില്ല. ബി കൺസോണന്റ് ആണ്, ബി എഴുതാം. സി കൺസോണന്റ് ആണ്, എഴുതാം. ഡി കൺസോണന്റ് ആണ്, എഴുതാം. ഇ വൊവലാണ്, എഴുതാൻ പറ്റത്തില്ല. എഫ് കൺസോണന്റ് ആണ്, എഴുതാം. ജി കൺസോണന്റ് ആണ്, എഴുതാം. എച്ച് കൺസോണന്റ് ആണ്, എഴുതാം, അല്ലെ? ഐ വൊവലാണ്, എഴുതാൻ പറ്റത്തില്ല. ജെ കൺസോണന്റ് ആണ്, എഴുതാം. അപ്പോ കെക്ക് മുമ്പുള്ള കൺസോണൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ വരുന്നേ? ബി, സി, ഡി, എഫ്, ജി, എച്ച്, ജെ ആണ്. ക്ലിയർ ആണോ? അപ്പോ എഫ് ഇതായിരുന്നു ചോദ്യം. സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ കൺസോണന്റ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് വിച്ച് പ്രിസീഡ്സ് കെ. കെക്ക് മുമ്പ് വരുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റിലെ കൺസോണൻസിന്റെ സെറ്റ് ആണ്, അല്ലെ? അപ്പൊ നമുക്ക് ഏതൊക്കെ കിട്ടി? ബി, സി, ഡി, എഫ്, ജി, എച്ച്, ജെ എന്ന് കിട്ടി. ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ആറാമത്തെ ചോദ്യം ഇതാ പറയുന്നത്. മാച്ച് ഈച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഇൻ ദ ലെഫ്റ്റ് ഇൻ ദ റോസ്റ്റർ ഫോം വിത്ത് ദ സെയിം സെറ്റ് ഇൻ ദ റൈറ്റ് ഡിസ്ക്രൈബ്ഡ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. അപ്പോ ലെഫ്റ്റിലും ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്, അല്ലെ? ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടുള്ള സെറ്റുകൾ തമ്മിൽ നമുക്ക് ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് വേണ്ടത്. അത് എന്താ പറയുന്നത്? ആദ്യത്തെ പറയുന്ന സെറ്റ് 1 2 3 6, രണ്ടാമത് പറയുന്ന സെറ്റ് 2 3, മൂന്നാമത് പറയുന്ന സെറ്റ് MATHEICS, നാലാമത് പറയുന്ന സെറ്റ് 1 3 5 7 9, അല്ലെ? നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. MATHEICS കണ്ടപ്പോൾ നമുക്ക് കാണുമ്പോഴേ മനസ്സിലാകുമല്ലോ ഇത് മാത്തമാറ്റിക്സിലെ അക്ഷരങ്ങളാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള സെറ്റ് ഏതുണ്ടെന്ന് നോക്കിയേ. 4 അല്ലേ വരുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് 3 എത്രയിലോട്ട് വരയ്ക്കാം? 4ലോട്ട് വരയ്ക്കാം. 3 നമ്മൾ 4ലോട്ട് വരയ്ക്കുന്നു. ഇനി 1 3 5 7 9 കാണുമ്പോഴും നമുക്കറിയാം ഇത് ഓഡ് നമ്പറുകളാണ്. ഇനി ഓഡ് നമ്പറിനെ കുറിച്ച് വല്ലതും പറയുന്നുണ്ടോ നോക്കിയേ. പറയുന്നുണ്ട്. ഏതാണ്? എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. എക്സ് എന്ന് പറയുന്നത് 10നേക്കാൾ താഴെയുള്ള ഒരു ഓഡ് നാച്ചുറൽ നമ്പർ ആയിരിക്കണം, അല്ലെ? 1 3 5 7 9 അല്ലേ? അപ്പൊ നമുക്ക് നാലാമത്തെ എത്രയിലോട്ട് വരയ്ക്കാം? ബിയിലോട്ട് വരയ്ക്കാം. ശരിയല്ലേ? ഇനി എന്താണ് നോക്കാം. സെറ്റ്
ആദ്യത്തെ ഏതാ പറയുന്നത് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ആൻഡ് ഡിവൈസർ ഓഫ് 6. 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈം നമ്പറുകൾ. 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈം നമ്പറുകൾ ഏതൊക്കെയുണ്ട്? രണ്ടുണ്ട് അല്ലേ, മൂന്നുണ്ട്. ഇത് രണ്ടും അല്ലേ ഉള്ളൂ. അപ്പോൾ 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈം നമ്പറുകൾ എന്ന് പറയുമ്പോൾ 2ഉം 3ഉം ആണ്. അപ്പൊ നമുക്ക് ഏതിൽ നിന്നാണ് സെക്കൻഡിൽ നിന്നാണ് എയിലോട്ട് വരയ്ക്കേണ്ടത്. ഇനിയോ, ഇനി അടുത്തത് നാലാമത്തെ നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി 1 2 3 6 ആണുള്ളത്. അത് ഇതുമായിട്ട് ആയിരിക്കും നമുക്ക് നോക്കാം. എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. സോറി, അത് വരച്ചല്ലോ നമ്മൾ. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് ഡിവൈസർ ഓഫ് 6. എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം. ആ നാച്ചുറൽ നമ്പർ കൊണ്ട് 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ 6ന്റെ ഫാക്ടറുകൾ നമ്മൾ എഴുതിയ ഏതൊക്കെയാ വരുന്നത്? 1 into 6. അപ്പോൾ 1ഉം 6ഉം വരും അല്ലേ? 1ഉം 6ഉം വരും. അതാണ്ട് 1ഉം 6ഉം ഉണ്ട്. അടുത്ത ഫാക്ടറുകൾ ഏതൊക്കെയാ? 2 into 3. ഇതാണ്ട് 2ഉം 3ഉം ഉണ്ട്. അപ്പോൾ ഏതിലോട്ടായിരിക്കണം നമുക്ക് മാച്ച് ചെയ്യേണ്ടത്? ഒന്നാമത്തതിൽ നിന്ന് സിയിലോട്ടുമാണ് മാച്ച് ചെയ്യേണ്ടത്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ അത് മാച്ച് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ 1 2 3 6 ആയിരുന്നു അല്ലെ? അത് ഏതുമായിട്ടാണ് മാച്ച് ചെയ്തത്? എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് ഡിവൈസർ ഓഫ് 6 ആണ്. രണ്ടാമത്തെ സെറ്റ് 2 3 ആയിരുന്നു. അത് ഏതുമായിട്ടാണ്? എക്സ് ഈസ് എ പ്രൈം നമ്പർ ആൻഡ് ഡിവൈസർ ഓഫ് 6 അല്ലെ? മൂന്നാമത്തത് മാത്തമാറ്റിക്സിലെ അക്ഷരങ്ങളായിരുന്നു. സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഓഫ് ദ വേർഡ് മാത്തമാറ്റിക്സ് ആയിരുന്നു. നാലാമത്തത് സെറ്റ് 1 3 5 7 9 അല്ലെ? അപ്പോൾ ഏതുമായിട്ടാണ് നമുക്ക് കിട്ടിയത്? എക്സ് ഈസ് എ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10 ആയിരുന്നു. ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്ത ഹെഡിങ് ആണ് ദ എംപ്റ്റി സെറ്റ്. അപ്പോ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു സെറ്റിലെ എലമെന്റുകൾ ഒന്നുമില്ലെങ്കിൽ ആ സെറ്റിനെ പറയുന്ന പേരാണ് എന്ത്? എംപ്റ്റി സെറ്റ്. എ സെറ്റ് which does not contain any element is called the empty set. ഒരു സെറ്റിൽ എലമെന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ ആ സെറ്റിനെ പറയുന്ന പേരാണ് എന്ത്? എംപ്റ്റി സെറ്റ് അല്ലെ? അപ്പോ സെറ്റിന്റെ പെട്ടി മാത്രമേ ഉള്ളൂ, അതിനകത്ത് ആളുകൾ ആരും ഇല്ല. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത്. അതിന് പറയുന്ന വേറെ രണ്ട് പേരുകളൂടെ അവിടെ പറയുന്നുണ്ട്. ഏതൊക്കെയാ? നൾ സെറ്റ് ഓർ ദ വോയിഡ് സെറ്റ്. അപ്പോ എംപ്റ്റി സെറ്റിനെ പറയുന്ന വേറെ രണ്ട് പേരുകളാണ് നൾ സെറ്റ് എന്നും വോയിഡ് സെറ്റ് എന്നും. അപ്പോ സെറ്റിൽ എലമെന്റുകൾ ഒന്നും ഇല്ലെങ്കിൽ ആ സെറ്റിനെ പറയുന്ന പേരാണ് എംപ്റ്റി സെറ്റ്. ഉദാഹരണം പറഞ്ഞാല് ഇപ്പോ നമ്മൾ പറയുവാണ് 1നും 2നും ഇടയ്ക്കുള്ള നാച്ചുറൽ നമ്പറുകളുടെ സെറ്റ്. 1നും 2നും ഇടയ്ക്കുള്ള നാച്ചുറൽ നമ്പറുകളുടെ സെറ്റ് എന്ന് പറയുമ്പോൾ 1നും 2നും ഇടയ്ക്ക് വേറെ നാച്ചുറൽ നമ്പർ വല്ലതും വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ ആ സെറ്റ് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? എംപ്റ്റി സെറ്റിന് എക്സാമ്പിൾ ആണ്. എംപ്റ്റി സെറ്റിനെ പറയുന്ന വേറെ രണ്ട് പേരുകൾ ഏതൊക്കെയായിരുന്നു? നൾ സെറ്റ് എന്നും വോയിഡ് സെറ്റ് എന്നുമാണ് പറയുന്നത് അല്ലെ? അപ്പോൾ ഇതില് നമ്മൾ എംപ്റ്റി സെറ്റ് നമ്മൾ സൂചിപ്പിക്കുന്നത് ഒന്നുകിൽ ആ ബ്രാക്കറ്റ് മാത്രം വരച്ച് ഇങ്ങനെ സൂചിപ്പിക്കും. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എംപ്റ്റി സെറ്റ് എന്ന അർത്ഥം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു സിമ്പൽ ഉപയോഗിക്കും. ഈ സിമ്പൽ നമ്മൾ വായിക്കുന്നത് ഫൈ എന്നാണ്. അപ്പൊ ഫൈ ഉപയോഗിച്ചും ഏതിനെ സൂചിപ്പിക്കും? എംപ്റ്റി സെറ്റിനെ സൂചിപ്പിക്കും. അല്ലെങ്കിൽ ഈ ബ്രേസസ് മാത്രമായിട്ട് ബ്രാക്കറ്റ് മാത്രമായിട്ട് നമ്മൾ എംപ്റ്റി സെറ്റിനെ സൂചിപ്പിക്കും. ഇത് രണ്ടോട് ഉപയോഗിച്ചാൽ തെറ്റാണ്. എംപ്റ്റി സെറ്റിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഇങ്ങനെ ചെയ്യാറില്ല. ഇങ്ങനെ ചെയ്താൽ അത് തെറ്റാണ്. മനസ്സിലായോ? അപ്പൊ ഒന്നുകിൽ ബ്രാക്കറ്റ് മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈ സിമ്പൽ ഉപയോഗിക്കുക. ഈ സിമ്പൽ 0 എഴുതിട്ട് വെട്ടുന്നത് പോലുള്ള സിമ്പലാണ്. നമ്മൾ നേരത്തെ ബിലോങ്സ് ടു എപ്സിലോൺ പറഞ്ഞതുപോലെ ഒരു ഗ്രീക്ക് ലെറ്റർ ആണ് ഇതും ഫൈ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാറില്ല? എംപ്റ്റി സെറ്റിനെ സൂചിപ്പിക്കാറില്ല. മനസ്സിലായോ? എ സെറ്റ് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എലമെന്റ്. എലമെന്റ് ഒന്നും ഇല്ലാത്ത സെറ്റിനെ പറയുന്ന പേരാണ് എന്ത്? എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോ നോക്കാം, നമുക്ക് ചില ചോദ്യങ്ങൾ നോക്കാം. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2. എന്താ പറയുന്നത്? എ ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2. അപ്പൊ ആ സെറ്റിൽ എലമെന്റ് ആകണമെന്നുണ്ടെങ്കിൽ 1നും 2നും ഇടയ്ക്കുള്ളതായിരിക്കണം. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. എക്സ് എന്തുമായിരിക്കണം? ഒരു നാച്ചുറൽ നമ്പറും ആയിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ. അപ്പൊ 1നും 2നും ഇടയ്ക്കുള്ള നാച്ചുറൽ നമ്പർ വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതെന്തൊരു സെറ്റാണ്? അതൊരു എംപ്റ്റി സെറ്റ് ആണ് അല്ലെ? അപ്പോ ഇതെന്തായിരിക്കും? then A is the empty set because there is no natural number between 1 and 2 അല്ലെ? 1നും 2നും ഇടയ്ക്ക് വേറെ നാച്ചുറൽ നമ്പറുകൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതെന്തൊരു സെറ്റാണ്? എംപ്റ്റി സെറ്റ് ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിയാലോ. എക്സ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ മൈനസ് 2 ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ മൈനസ് 2 എന്തായിരിക്കണം? 0 ആയിരിക്കണം. എക്സ് ഈസ് എ റാഷണൽ നമ്പർ. എക്സ് സ്ക്വയർ മൈനസ് 2 0 ആയിരിക്കണം. എക്സ് ഒരു റാഷണൽ നമ്പറും ആയിരിക്കണം. അപ്പോൾ നമ്മൾ എക്സ് സ്ക്വയർ മൈനസ് 2 0 എന്ന് പറയുമ്പോൾ നമുക്ക് അത് ചെയ്ത് നോക്കുവാണെങ്കിൽ
എക്സ് സ്ക്വയർ മൈനസ് ടു ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇതണ്ട നമ്മൾ അത് എടുത്ത് എഴുതി എക്സ് സ്ക്വയർ മൈനസ് ടു ഈക്വൽ ടു 0 അല്ലെ. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്താ വരുന്നത്? 2 അല്ലേ വരുന്നേ അല്ലെ. അപ്പോ എക്സ് ഈക്വൽ ടു റൂട്ട് 2 എന്നല്ലേ വരുന്നേ. ഈ റൂട്ട് 2 എന്ന് പറഞ്ഞാൽ എന്ത് നമ്പരാ? ഇറാഷണൽ നമ്പർ അല്ലേ. പക്ഷെ നമുക്ക് ഇവിടെ പറയുന്നത് എന്താണ്? എക്സ് എന്ത് വരണമെന്നാ? ബി ഈസ് ദ എക്സ് ഈസ് എ റാഷണൽ നമ്പർ വരണമെന്നാ പറയുന്നത് അല്ലെ. അപ്പോ റൂട്ട് 2 എന്ന് പറയുന്ന റാഷണൽ നമ്പർ അല്ല, നമുക്ക് അവിടെ റാഷണൽ നമ്പർ സൊല്യൂഷൻ ആയിട്ട് കിട്ടത്തില്ല. Then B is the empty set because the equation x square minus 2 equal to 0 is not satisfied by any rational value of x അല്ലെ. എക്സിന് ഒരു റാഷണൽ വാല്യൂ കിട്ടുന്നില്ല. അതുകൊണ്ട് ഇത് എന്തൊരു സെറ്റ് ആണ്? ഈ പറയുന്ന റിലേഷൻ വരുന്ന ഒരു എലമെന്റും അതിൽ ഇല്ലാത്തത് കൊണ്ട് അതൊരു എംപ്റ്റി സെറ്റ് ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. എക്സ് ഈസ് ആൻ ഈവൻ പ്രൈം നമ്പർ ഗ്രേറ്റർ ദാൻ 2. എക്സ് എന്ന് പറയുന്നത് ഒരു ഈവൻ പ്രൈം നമ്പർ ആയിരിക്കണം. പ്രൈം നമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്താണ്? ഒന്നും ആ നമ്പർ മാത്രം ഫാക്ടറുകളായിട്ട് വരുന്നതിനല്ലേ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളോട് പറയുന്നത് ഒരു ഈവൻ പ്രൈം നമ്പർ ആയിരിക്കണം എന്നാണ്. ഈവൻ പ്രൈം നമ്പർ ആയിരിക്കണം. ഏതൊഴിച്ച് 2ന് ശേഷം വരുന്ന ഈവൻ പ്രൈം നമ്പർ ഏതെങ്കിലും ആയിരിക്കണം. ഒരേ ഒരു ഈവൻ പ്രൈം നമ്പറേ ഉള്ളൂ. അത് ഏതാ? 2 ആണ്. ബാക്കി വരുന്ന എല്ലാം ഈവൻ നമ്പറുകളെല്ലാം 2ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. അതുകൊണ്ട് പിന്നെ വേറെ പ്രൈം നമ്പർ വരുന്നില്ല. അപ്പോൾ ഈവൻ നമ്പർ ആയിട്ടുള്ള ഒരേ ഒരു പ്രൈം നമ്പർ 2 ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എലമെന്റും ഇല്ല അല്ലെ. അതുകൊണ്ട് സിയും എന്താണ്? ഇതും ഒരു എംപ്റ്റി സെറ്റ് ആണ്. സി ഒരു എംപ്റ്റി സെറ്റ് ആണ്. നാലാമത്തെ നോക്കിയാലോ. വേറെ എക്സാമ്പിൾ. ഡി ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4, എക്സ് ഈസ് ഓഡ്. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 4 ആയിരിക്കണം. പക്ഷെ എക്സ് എന്തും കിട്ടണം? ഓടും കിട്ടണം അല്ലെ. അപ്പൊ എക്സ് സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യുവാണെങ്കിൽ ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ ഈക്വൽ ടു 4. എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുന്നത്? എക്സ് ഈക്വൽ ടു റൂട്ട് 4 എന്നല്ലേ ചെയ്യുന്നേ അല്ലെ. അപ്പോ റൂട്ട് 4 എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ വരുന്നത്? +2 -2 അല്ലേ വരുന്നേ. ഇവര് നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്? എക്സ് ഓഡ് നമ്പർ കിട്ടണമെന്നല്ലേ. +2 ഓഡ് നമ്പർ ആണോ? അല്ല. -2 അതും എന്തല്ല? ഓഡ് നമ്പർ അല്ല. അപ്പോൾ ഡി എന്തൊരു സെറ്റ് ആണ്? അതൊരു എംപ്റ്റി സെറ്റ് ആണ് അല്ലെ. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെന്റുകളൊന്നും അതിലില്ലല്ലോ. അപ്പോൾ അതും എന്തിന് എക്സാമ്പിൾ ആണ്? എംപ്റ്റി സെറ്റ് ആണ്. അപ്പോൾ എംപ്റ്റി സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാ നമ്മൾ പറഞ്ഞേ? എ സെറ്റ് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എലമെന്റ് ഈസ് കാൾഡ് ആൻ എംപ്റ്റി സെറ്റ്. ഒരു എലമെന്റ് പോലും ഇല്ലാത്ത സെറ്റിനെ പറയുന്ന പേരാണ് എംപ്റ്റി സെറ്റ്. അതിനെ നമ്മൾ ബ്രേസസ് മാത്രമായിട്ടോ അല്ലെങ്കിൽ ഈ സിമ്പിൾ ഉപയോഗിച്ചോ ആണ് സൂചിപ്പിക്കാറ്. എംപ്റ്റി സെറ്റിന് പറയുന്ന വേറെ 2 പേരുകൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നൾ സെറ്റും വോയിഡ് സെറ്റുമാണ് അല്ലെ. അടുത്ത നോക്കാം നമുക്ക്. അടുത്ത നമ്മൾ പറയുന്നത് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്. അപ്പോ ഫൈനൈറ്റ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതിലെ എലമെന്റ്സിന്റെ എണ്ണം കൗണ്ടബിൾ ആണെന്നുള്ളതാണ്. എലമെന്റ്സിനെ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നതാണെന്നാണ് അർത്ഥം. അപ്പോ എ ഫൈനൈറ്റ് എ സെറ്റ് വിച്ച് ഈസ് എംപ്റ്റി ഓർ കണ്ടെയ്ൻ a finite number of elements, a definite number of elements is called a finite. അപ്പോൾ ഒരു സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം എംപ്റ്റി ആണെങ്കിലും, അതായത് എംപ്റ്റി സെറ്റ് ആണെങ്കിലും, അല്ലെങ്കിൽ അതിലെ എലമെന്റ്സിന്റെ എണ്ണം ഒരു ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണെന്നുണ്ടെങ്കിലും അതിനെ പറയുന്ന പേരാണ് ഫൈനൈറ്റ് സെറ്റ്, അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇൻഫൈനൈറ്റ് സെറ്റ് അല്ലെ. അപ്പൊ എങ്ങനെയാ പറഞ്ഞേക്കുന്നത്? എ സെറ്റ് വിച്ച് ഈസ് എംപ്റ്റി ഓർ കണ്ടെയ്ൻ or consist of a definite number of elements is called finite, otherwise the set is called infinite അല്ലെ. എക്സാമ്പിളുകൾ പറയുന്നുണ്ട്. ലെറ്റ് W be the set of the days of the week, then W is finite. ഒരു വീക്കിലെ ഡേയ്സിന്റെ സെറ്റിനെയാണ് W എന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ ഏതൊക്കെയാ? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അല്ലെ. അങ്ങനെ എത്ര ദിവസങ്ങളാ വരുന്നത്? 7 ദിവസങ്ങളല്ലേ. ഫൈനൈറ്റ് അല്ലേ. 7 എണ്ണം അല്ലേ ഉള്ളൂ. ഡെഫിനിറ്റ് ആണ്. നമ്പർ ഓഫ് എലമെന്റ്സ് ഫൈനൈറ്റ് ആണ്. അത് എന്തൊരു സെറ്റ് ആണ്? ഫൈനൈറ്റ് സെറ്റ് ആണ്. അടുത്ത എക്സാമ്പിൾ. ലെറ്റ് എസ് ബി ദ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ഓഫ് ദി ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് 16 ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ മൈനസ് 16 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആ സെറ്റിന്റെ ആ ഇക്വേഷന്റെ സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചെയ്ത് നോക്കാം. നമുക്ക് വേണമെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു 16 അല്ലെ. എക്സ് സ്ക്വയർ മൈനസ് 16 ഈക്വൽ ടു 0 എന്നാ പറഞ്ഞത്. അപ്പോ നമുക്ക് എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 16 എന്ന് എഴുതാം അല്ലെ. അപ്പോ എക്സ് ഈക്വൽ ടു
16ന്റെ റൂട്ട് അല്ലേ ഏതൊക്കെയാ കിട്ടുന്നത്? അപ്പോ +or -4 അല്ലേ, രണ്ട് റൂട്ടുകളല്ലേ ഉള്ളത്. അപ്പോ അത് ഫൈനൈറ്റ് അല്ലേ. അപ്പോ അതെന്തിന് ആൻസർ, എന്തിന് ഉള്ള ഉത്തരവാണ്? ഫൈനൈറ്റ് ആണ് അല്ലെ. ഫൈനൈറ്റ് സെറ്റിന് എക്സാമ്പിൾ ആണ്. അടുത്ത എന്താ പറയുന്നത്? മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കിയേ. G be the set of points on a line, then G is infinite. G എന്ന് പറയുന്നത് ഒരു ലൈൻ, പോയിന്റ്സ് ഓൺ എ ലൈൻ, ഒരു ലൈനിലെ പോയിന്റ്സിന്റെ സെറ്റ്. ഒരു ലൈനിലെ ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് ഇല്ലേ, ഒരു ലൈനിലെ പോയിന്റ്സിന്റെ എണ്ണം നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ അല്ലെ. ഒരുപാട് എലിമെന്റ്സ് ഉണ്ട്, ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. അപ്പൊ അതെന്താണ്? ഇൻഫൈനൈറ്റ് ആണ് അല്ലെ. അപ്പൊ മൂന്നാമത്തത് G എന്ന് പറയുന്നത് ഒരു ലൈനിലെ പോയിന്റ്സിന്റെ സെറ്റ് എന്ന് പറയുന്നത് എന്തൊരു സെറ്റാണ്? ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. ശരിയല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം ഏതാണ്? സ്റ്റേറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ആർ ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്. ഈ പറയുന്നതിൽ ഏതൊക്കെയാണ് ഫൈനൈറ്റ്, ഏതൊക്കെയാണ് ഇൻഫൈനൈറ്റ് എന്നാണ്. ഒന്നാമത്തെ എന്താ ചോദ്യം? എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് x-1 into x-2 equal to 0. എക്സ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം അല്ലെ. പിന്നെ x-1 into x-2 equal to 0 ആയിരിക്കണം. നമ്മൾ എഴുതുന്നു x-1 into x-2 equal to 0. x-1 into x-2 equal to 0. അപ്പോൾ ഇത് രണ്ട് പ്രോഡക്റ്റുകളാണ്. ഈ രണ്ട് പ്രോഡക്റ്റുകൾ 0 വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒന്നുകിൽ x-1 equal to 0 അല്ലെങ്കിൽ x-2 equal to 0 എന്നാണ് അല്ലെ. അപ്പോ x-1 0 ആണെങ്കിൽ x equal to എത്ര എന്ന് കിട്ടും? 1 എന്ന് കിട്ടത്തില്ലേ അല്ലെ. ഓർ x-2 0 എന്ന് പറഞ്ഞാലോ x equal to എന്തെന്ന് കിട്ടും? 2 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പൊ അതിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്? ആ സെറ്റിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് സെറ്റ് 1 ഉം 2 അല്ലേ. എത്ര എലമെന്റ്സ് ഉണ്ട്? 2 എലമെന്റ്സ് അല്ലേ ഉള്ളത്. അപ്പൊ അതെന്തൊരു സെറ്റാണ്? ഫൈനൈറ്റ് സെറ്റ് ആണ്. ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് x² equal to 4. എക്സ് ബിലോങ്സ് ടു എൻ ആയിരിക്കണം, എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം അല്ലെ. അതാണ് എക്സ് ബിലോങ്സ് ടു എൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം, x² എത്രയും ആയിരിക്കണം? 4 ആയിരിക്കണം. അപ്പോൾ x² 4 ആണെന്ന് പറയുമ്പോൾ നമ്മൾ എഴുതാൻ പഴയതുപോലെ x² equal to 4 അല്ലെ. അപ്പോൾ x equal to √4 ആണ്. √4 എന്ന് പറയുമ്പോൾ +or-2 ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമുക്ക് എന്ത് വേണമെന്നാ പറഞ്ഞ? നാച്ചുറൽ നമ്പർ വേണമെന്നല്ലേ പറഞ്ഞേ. അപ്പൊ ഇതിനകത്ത് ഏതാ നാച്ചുറൽ നമ്പർ ഉള്ളത്? 2 അല്ലേ. അപ്പൊ അതിന്റെ സൊല്യൂഷനെ നമ്മൾ സെറ്റ് ആക്കി എഴുതിയാൽ സെറ്റ് 2 എന്നല്ലേ വരുന്നത്. എത്ര എലമെന്റ് ഉണ്ട്? ഒരു എലമെന്റ് ഉണ്ട്. അപ്പൊ അത് എന്തൊരു സെറ്റ് ആണ്? അതും ഒരു ഫൈനൈറ്റ് സെറ്റ് ആണ് അല്ലെ. മൂന്നാമത്തെ നോക്കിയാൽ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ, നാച്ചുറൽ നമ്പർ ആയിരിക്കണം, 2x-1 equal to 0 ആയിരിക്കണം അല്ലെ. അപ്പൊ 2x-1 equal to 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2x equal to 1 എന്ന് എഴുതാം. എങ്കിൽ x equal to എന്തെന്ന് എഴുതാം? 1/2 എന്ന് എഴുതാം. പക്ഷെ ഇത് നാച്ചുറൽ നമ്പർ അല്ലല്ലോ. അപ്പോ ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും എലമെന്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്കത് എന്ത് മാത്രമേ ഉള്ളൂ? സെറ്റിന്റെ പെട്ടി മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റൂ, ആ ബ്രേസസ് മാത്രമേ വരയ്ക്കാൻ പറ്റൂ. അത് എന്തിന് എക്സാമ്പിൾ ആണ്? നൾ സെറ്റിന് എക്സാമ്പിൾ ആണ്. നൾ സെറ്റ് അല്ലെങ്കിൽ എം ടി സെറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഒരു ഫൈനൈറ്റ് സെറ്റ് ആണ്. അപ്പോൾ മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് 2x-1 equal to 0 എന്ന് പറയുന്നത് എന്തിന്റെ ഒരു എക്സാമ്പിൾ ആണ്? ഒരു ഫൈനൈറ്റ് സെറ്റിന് എക്സാമ്പിൾ ആണ് അല്ലെ. അടുത്ത ഏതാ പറയുന്നത്? എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് ഈസ് പ്രൈം. എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം, അത് എന്തുമായിരിക്കണം? പ്രൈം നമ്പറും ആയിരിക്കണം അല്ലെ. പ്രൈം നമ്പറുകൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ. 2, 3 എക്സെട്ര ഇതല്ലേ പ്രൈം നമ്പറുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രൈം നമ്പറുകൾ നമ്മൾ എഴുതിയാൽ എങ്ങനെ എഴുതും? ആ സൊല്യൂഷൻ നമ്മൾ സെറ്റ് ആക്കി എഴുതിയാൽ സെറ്റ് 2 പ്രൈം ആണ് അല്ലെ. 3 ആണ് അടുത്ത പ്രൈം, അടുത്ത പ്രൈം 5 ആണ്, അടുത്തത് 7 ആണ്, അടുത്തത് 11 ആണ്, അടുത്തത് 13 ആണ്, അടുത്തത് 17 ആണ് അല്ലെ. എക്സെട്ര. അവസാനിക്കുന്നുണ്ടോ? ഇല്ല. അതങ്ങനെ പൊക്കോണ്ടിരിക്കുമല്ലേ. എവിടാണ് അവസാനത്തെ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഇത് എന്തൊരു സെറ്റ് ആണ്? ഇതൊരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. ശരിയല്ലേ? അപ്പോ നാലാമത്തത് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് ഈസ് പ്രൈം. പ്രൈം നമ്പറിന്റെ സെറ്റ് ആണ് അപ്പൊ ഉദ്ദേശിക്കുന്നത്. പ്രൈം നമ്പറിന്റെ സെറ്റ് എന്ന് പറയുമ്പോൾ 2, 3, 5, 7, 11, 13 എക്സെട്ര എന്ന് പോകും. അപ്പൊ അതെന്തൊരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണ് അല്ലെ. അടുത്തൊരു ക്വസ്റ്റ്യനോട് നമുക്ക് നോക്കാം. എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് ഈസ് ഓഡ്. എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ, എക്സ് നാച്ചുറൽ നമ്പർ ആയിരിക്കണം, എക്സ് എന്തുമായിരിക്കണം? ഓഡ് നമ്പറും ആയിരിക്കണം അല്ലെ. ഓഡ് നമ്പർ ആയിട്ടുള്ള നാച്ചുറൽ നമ്പർ വരണം എന്നാ പറയുന്നത്.
ഓഡ് നമ്പർ ആയിട്ടുള്ള നാച്ചുറൽ നമ്പറുകൾ ഏതൊക്കെയുണ്ട് എഴുതിയാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സെറ്റ് 1 ഉണ്ട്, 3 ഉണ്ട്, അല്ലെ 5 ഉണ്ട്, 7 ഉണ്ട്, 9 ഉണ്ട്, 11 ഉണ്ട്, 13 ഉണ്ട്, 15 ഉണ്ട്, ഇങ്ങനെ പോകുമല്ലേ. അപ്പൊ അതും എന്തൊരു സെറ്റാണ്? ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്, അല്ലെ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതിനകത്ത് ഏതൊക്കെ ഇൻഫൈനൈറ്റ് സെറ്റാ? ഏതൊക്കെ ഫൈനൈറ്റ് സെറ്റ് ആണ്? ഒന്നാമത്തത് ഫൈനൈറ്റ് സെറ്റ് ആണ്, അല്ലെ. എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 കിട്ടിയത് നമുക്ക് 1 ഇൻറ്റു കിട്ടിയത്, അത് ഫൈനൈറ്റ് സെറ്റ് ആണ്. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4 അങ്ങനെ കിട്ടുന്ന നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ സെറ്റ് 2 ആണ്. അതിൽ ഒരു എലമെന്റേ ഉള്ളൂ. അപ്പോൾ അത് എന്താണ്? ഒരു ഫൈനൈറ്റ് സെറ്റ് ആണ്. അപ്പൊ ഒരു കാര്യം കൂടി, ഈ സെറ്റിൽ ഒരു എലമെന്റ് അല്ലേ ഉള്ളൂ. ഒരു എലമെന്റ് മാത്രമുള്ള സെറ്റിനെ നമ്മളൊരു പേര് പറയും. എ സെറ്റ് വിച്ച് കണ്ടെയ്ൻ ഓൺലി വൺ എലമെന്റ് ഈസ് കാൾഡ് എ സിംഗിൾട്ടൺ സെറ്റ്. എന്തൊരു സെറ്റാണ്? സിംഗിൾട്ടൺ. സിംഗിൾ ആണ് ആള്, അല്ലെ, ഒരാളേ ഉള്ളൂ. അപ്പോ ആ സെറ്റിനെ പറയുന്ന പേരാണ് എന്ത്? സിംഗിൾട്ടൺ സെറ്റ്. ഒരു സെറ്റിൽ ഒരു എലമെന്റേ ഉള്ളെങ്കിൽ ആ സെറ്റിനെ പറയുന്ന പേരാണ് എന്ത്? സിംഗിൾട്ടൺ. എ സെറ്റ് വിച്ച് കണ്ടെയ്ൻ ഓൺലി വൺ എലമെന്റ് ഈസ് കാൾഡ് എ സിംഗിൾട്ടൺ സെറ്റ്. ഇനി മൂന്നാമത്തെ നമുക്ക് 2x മൈനസ് 1 ഈക്വൽ ടു 0 ആയിരുന്നു. നമ്മൾ ചെയ്തപ്പോൾ x ഈക്വൽ ടു 1/2 എന്നാ കിട്ടിയത്. ഒരു നാച്ചുറൽ നമ്പർ അല്ല. അപ്പോൾ അതൊരു എം ഡി സെറ്റ് ആണ്. എം ഡി സെറ്റും ഫൈനൈറ്റ് സെറ്റ് ആണ്, അല്ലെ. അപ്പൊ മൂന്നാമത്തതും ഫൈനൈറ്റ് സെറ്റ് ആയിരുന്നു. നാലാമത്തത് പ്രൈം നമ്പറിന്റെ സെറ്റ് ആണ് ചോദിച്ചത്, അല്ലെ. എക്സ് ബിലോങ്സ് ടു ആൻഡ് എക്സ് ഈസ് പ്രൈം എന്ന് പറയുമ്പോൾ പ്രൈം നമ്പറിന്റെ സെറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ പോകുന്നത്? സെറ്റ് 2, 3, 5, 7, 11, 13 എക്സെട്ര എന്ന് പോകുന്നതാണ്. അപ്പോൾ അതും എന്തൊരു സെറ്റാണ്? ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്, അല്ലെ. നാലാമത്തെ ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്, കൗണ്ടബിൾ അല്ല. അഞ്ചാമത്തതും അതുപോലെ തന്നെ എക്സ് ഈസ് ഓഡ് നമ്പർ ആയിട്ടുള്ള നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ 1, 3, 5, 7 എക്സെട്ര, അല്ലെ. ഇൻഫിനിറ്റ്ലി മെനി എലമെന്റ്സ് അതിലുണ്ട്. അപ്പോൾ അതും എന്താണ്? ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്, ശരിയല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിപ്പിച്ച ക്വസ്റ്റ്യനുകൾ ഓരോന്നും നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് എഴുതണം. എന്നിട്ട് ആ പ്രോബ്ലങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ചോദിക്കണം.